ഗോതമ്പ് പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന എത്ര കഴിച്ചാലും മതി വരാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. ഇതിൻ്റെ കൂട്ട് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ അരക്കപ്പ് ചെറു ചൂട് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈസ്റ്റ് ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈസ്റ്റ് ചേർക്കുമ്പോൾ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് തന്നെ ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈസ്റ്റിൻ്റെ ഗ്രാന്യൂൾസ് ആണ് ചേർക്കുന്നതെങ്കിൽ ഒരു 5 മിനിറ്റ് നേരം ഇതൊന്ന് സോക്ക് ചെയ്തതിന് ശേഷം വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ പാലിൽ ഉണ്ടാക്കുന്നതാണെങ്കിൽ ഈ ഒരു പാൽപ്പൊടി സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം അരക്കപ്പ് ചെറുചൂട് പാല് ചേർത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് റിഫൈൻഡ് ഓയിലാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പാലാണെങ്കിലും വെള്ളമാണെങ്കിലും ഉപയോഗിക്കുന്നതെങ്കിൽ അത് ചെറു ചൂടായിട്ടുള്ള തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈസ്റ്റ് ആക്ടിവേറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറു ചൂടായിട്ടുള്ള വെള്ളം അല്ലെങ്കിൽ പാൽ ഉപയോഗിക്കാൻ വേണ്ടി പറയുന്നത്. ഇപ്പോൾ ദാ ഞാനിവിടെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരല്പം സ്റ്റിക്കി ആയിട്ടുള്ള കൂട്ടായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു കൂട്ട് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഒന്നിക്കിൽ ഗോതമ്പ് പൊടി ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ മൈദയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് മുഴുവനായിട്ടും ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കാവുന്നതാണ്. ഞാനിതൊരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മൈദയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പക്ഷേ കുറച്ചായിട്ട് നമുക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ചിലപ്പോൾ ഈ ഒരു 1/4 കപ്പ് മുഴുവനായിട്ടും ചേർക്കേണ്ടി വരില്ല. അത് നമ്മൾ ഉപയോഗിക്കുന്ന പൊടിയിലെ വ്യത്യാസമൊക്കെ അനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ആവാം. എനിക്കിപ്പോൾ ഇവിടെ 1/4 കപ്പ് മുഴുവനായിട്ടും തന്നെ ചേർക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. കയ്യിലൊക്കെ ഒരല്പം പറ്റിപ്പിടിക്കുന്ന പോലെ കാണും. അത് മെല്ലെ മെല്ലെ കുഴച്ച് വരുമ്പോൾ ശരിയായിക്കോളും. അതുപോലെ ഒന്ന് നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ കൈയൊന്ന് കഴുകിയിട്ട് ഒരല്പം എണ്ണയാക്കിയിട്ട് കൂട്ട് നീഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒട്ടും കയ്യിലൊന്നും പറ്റിപ്പിടിക്കാതെ നീഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇതുപോലെ കൂട്ടൊന്ന് തയ്യാറായി വന്നതിന് ശേഷം 1 മിനിറ്റ് നേരം ഞാൻ നന്നായിട്ട് തന്നെ നീഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കൂട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ടിരിക്കുക. ഒരല്പം സ്റ്റിക്കി ആയിരിക്കും, എന്നാൽ ഒരുപാട് കയ്യിലൊന്നും പറ്റിപ്പിടിക്കില്ല. ഇതൊന്ന് ഇതുപോലെ ടക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അതിന് മുന്നേ ആയിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് റെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ കുറച്ച് എണ്ണ ഒന്ന് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിക്ക് നല്ലപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാനിവിടെ 1 മണിക്കൂർ നേരത്തേക്കാണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചത്. നല്ല തണുപ്പുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ സമയം നമുക്ക് വെക്കേണ്ടി വരും. നമ്മളുടെ കൂട്ട് ഡബിൾ ആയിട്ട് വരുന്ന ആ ഒരു അത്രയും സമയമാണ് വെക്കേണ്ടത്. ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്ന സമയത്ത് നമുക്ക് ഇതിനായിട്ടുള്ള ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതാദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും അതിൻ്റെ കൂടെ തന്നെ 1 തണ്ട് കറിവേപ്പില എടുത്തിട്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. പച്ചമുളക് ചേർത്തൊരു 30 സെക്കൻഡ് നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിതിന് പകരം ചതച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചേർത്ത് കൊടുത്തിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറി ആ ഒരു ഉള്ളിയുടെ കളറൊക്കെ മാറി ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് ഞാനിവിടെ വഴറ്റിയെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഞാനിവിടെ 2 മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തതിന് ശേഷം ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഗ്രേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് അത് വെള്ളത്തിലേക്ക് ഗ്രേറ്റ് ചെയ്തിടാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിനുശേഷം ഒന്ന് നല്ലപോലെ കഴുകിയെടുത്ത് വെള്ളം പിഴിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ എരിവിന് പാകത്തിന് 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടുണ്ട്. 3/4 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് ഗരം മസാല ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന മസാലയൊക്കെ ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിക്ക് ഇവിടെ നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ ഇതാ കുറച്ച് നേരമായി ഞാനിവിടെ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് യോജിച്ച് വരുന്നത് വരെയാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. ഫില്ലിങ് ഇവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ ഈ കൂട്ട് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂർ നേരമായിട്ടുണ്ട്. നമ്മളുടെ കൂട്ട് ഡബിൾ സൈസായിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാകുന്നുണ്ടാകും. ഇതുപോലെ പൊങ്ങി വന്നതിന് ശേഷം മാത്രം ഈ ഒരു കൂട്ട് റെഡിയാക്കിയാൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ബണ്ണ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ഞാനിവിടെ നീഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. മീഡിയം വലുപ്പത്തിലുള്ള 5 ഉരുളകളാണ് എനിക്കിതും കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റിയിരിക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ചപ്പാത്തി പലകയിൽ കുറച്ച് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കൂട്ട് വെച്ച് ഒന്ന് പരത്തിയെടുക്കാം. അരികുകൾ ഒന്ന് നേർത്ത് പരത്തിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സെൻറ്റർ ഭാഗം ഒരല്പം തടിപ്പിലിരിക്കുക. അതിനുശേഷം ഫില്ലിങ് നടുവിൽ വെച്ചിട്ട് എല്ലാ ഭാഗവും എടുത്തിട്ട് ഇതുപോലെ കവർ ചെയ്തെടുക്കുക. നല്ല പോലെ തന്നെ സീൽ ചെയ്തെടുത്തു എന്ന് ഉറപ്പ് വരുത്തണം. കയ്യിൽ വെച്ച് ഇതുപോലെ എല്ലാം കൂടെ യോജിപ്പിച്ച് ഒന്ന് ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം അമർത്തി അവിടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് റൗണ്ട് ഷേപ്പ് ആക്കിയെടുക്കുക. ഈ ഒരു രീതിക്കാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. ഇനി ഒരുപാട് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. ഇനി ഇത് ഏത് പാത്രത്തിലാണോ വെച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു പാത്രം ഒന്ന് നല്ലപോലെ എണ്ണ തടവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് പറ്റി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ദാ ഇതുപോലെ ഞാൻ എല്ലാം തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ റെഡിയാക്കി എടുത്തതിന് ശേഷം നമുക്കിത് തുണി ഉപയോഗിച്ച് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ആ ഒരു സമയമാകുമ്പോഴേക്കും ഇതൊന്നും കൂടെ പൊങ്ങി വന്നിട്ടുണ്ടാകും. ഇനി ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ നേരത്തെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. മീഡിയം ചൂടായിട്ടുള്ള എണ്ണയിൽ വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമേ ഉള്ളോളം കറക്റ്റായിട്ട് വെന്ത് വരുള്ളൂ. നിങ്ങൾക്ക് ഇതുപോലെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കുന്നതാണെങ്കിൽ മുകളിൽ ഒന്ന് മുട്ട കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ പാലോ ബ്രഷ് ചെയ്തതിന് ശേഷം 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിൽ 180 ഡിഗ്രിയിൽ വെച്ചിട്ട് 15 മുതൽ 20 മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ ബേക്ക് ചെയ്തെടുത്താൽ മതി. ആ ഒരു സമയമാകുമ്പോഴേക്കും ഇത് പാകത്തിന് റെഡിയായി കിട്ടിക്കോളും. ഇത് നോക്കൂ, ലോ ഫ്ലെയിമിൽ വെച്ച് ഞാനിവിടെ നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. ഗോതമ്പ് പൊടിയും ഉരുളക്കിഴങ്ങും വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബണ്ണാണ് നമ്മളിന്ന് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു ബണ്ണ് ഇരിക്കുന്നത്. ഞാനിവിടെ പൊട്ടിച്ച് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും. ഉള്ളിൽ നല്ല പോലെ തന്നെ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ. വീണ്ടും